ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് നമ്മൾ ICDS-ൻ്റെ 10th 11ൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ICDS-ൻ്റെ ഫുൾ ടോപ്പിക്സ് നമ്മുടെ ചാനലിൽ കവർ ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ICDS-ൻ്റെ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1856 വിധവ വിവാഹ നിയമത്തിന് കാരണമായത് പ്രധാനമായും ആരുടെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനമായിരുന്നു എന്ന്. അതായത് അതുവരെ വിധവകൾക്ക് സതി പോലുള്ള ദുരാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന കാലമായിരുന്നു അല്ലേ. അപ്പോൾ പിന്നീട് ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ് വിധവകൾക്ക് വിവാഹം കഴിക്കാമെന്നുള്ളൊരു അത് നിയമം മൂലം നടപ്പിൽ വന്നത്. അത് വന്ന വർഷമാണ് 1856. ഓക്കെ, അപ്പോൾ വിധവാ വിവാഹ നിയമത്തിന് 1856 മുതലാണ് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഷോർട്ട് നോട്ട്സ് എഴുതി സൂക്ഷിക്കാനായിട്ട് നോക്കുക. നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ നോട്ട്സ് എഴുതി സൂക്ഷിച്ചാൽ മാത്രമാണ് നമുക്കത് പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പ്രിൻ്റ് ഔട്ട്സൊക്കെ എടുക്കുമ്പോൾ കോസ്റ്റ്ലിയാണ്. പരമാവധി ഇപ്പം തന്നെ ഇനിയും വൈകിട്ടില്ല. നിങ്ങൾ ഇനി മുതൽ എഴുതി തുടങ്ങി കഴിഞ്ഞാലും പരീക്ഷ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ല ജോലിയിൽ, നല്ല സാലറി സ്കെയിലുള്ള ജോലിയിൽ കയറാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ പരമാവധി ഇന്ന് തൊട്ട് നോട്ട്സൊക്കെ എഴുതുക, ഷോർട്ട് നോട്ട്സ് എഴുതി വയ്ക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇങ്ങനെ കളേർഡ് മാർക്കേഴ്സൊക്കെ വാങ്ങിയിട്ട് അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ 1856 വിധവാ വിവാഹ നിയമത്തിന് കാരണമായത് ആരുടെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനമായിരുന്നു? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നമുക്ക് ഈ രാജാ റാം മോഹൻ റോയ് എന്നൊക്കെ എഴുതാനായിട്ട് തോന്നും എക്സാം ഹോളിലാവുമ്പോൾ. അപ്പോൾ അത് ഇല്ലാതെക്കാനാണ് ആദ്യം തുടങ്ങി നല്ല രീതിയിൽ പഠിച്ചു പോവുക. ഓക്കെ, അത് ഈ ചോദ്യം തന്നെ പലതരത്തിൽ നിങ്ങൾ തന്നെ മനസ്സിലെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം പഠിച്ചത് വൈകുന്നേരം ആകുമ്പോൾ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. പിറ്റേ ദിവസം കാലത്തും ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ റിവിഷനാണ് പഠനത്തിൻ്റെ ഒപ്പം തന്നെ. അതിനേക്കാൾ ഒരു പടി മുന്നിട്ട് നിൽക്കണം റിവിഷൻ. പഠിക്കാൻ നമ്മളൊരു ദിവസം എടുത്തതെന്നുണ്ടെങ്കിൽ റിവിഷൻ ഇടയ്ക്കിടയ്ക്ക് ഡെയിലി റിവിഷൻ നടക്കുക. പിറ്റേ ദിവസം കാലത്താകുമ്പോൾ ഒന്നും കൂടി നോക്കുക. പിന്നെ വീക്കിലി റിവിഷൻ ചെയ്യുക. പിന്നെ മന്ത്ലി റിവിഷൻ ചെയ്യുക. ഓരോ ദിവസം നിങ്ങൾ പഠിക്കുന്ന പോർഷൻസ് ഡേറ്റ് ഇട്ട് നോട്ട്ബുക്കിൽ എഴുതി പോവുക. ഓക്കെ, അപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്നാണ് ആൻസർ. യങ് ഇന്ത്യ എന്ന പത്രം ആരുടെ നേതൃത്വത്തിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നതെന്ന്? യങ് ഇന്ത്യ എന്നുള്ള പത്രം ആരുടെ നേതൃത്വത്തിലാണ്? മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് അത് പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഫ്രഞ്ച് വിപ്ലവത്തിൽ തകർന്നുപോയ രാജവംശം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഫ്രഞ്ച് വിപ്ലവത്തിൽ തകർന്നുപോയ രാജവംശമായിരുന്നു ബൂർബണിൻ്റെ. ഓക്കെ, അടുത്തത്, ശീതസമരം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ആരായിരുന്നു എന്ന്? ബർണാഡ് ബറൂച്ച് ആണ് ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ബർണാഡ് ബറൂച്ച്. ഓക്കെ, ഇനി 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക അമ്പയറായ മലയാളി ആരാണെന്നാണ് അടുത്ത ചോദ്യം. ആരാണ്? ഫൈൻ സി ദത്തനാണ്. ഫൈൻ സി ദത്തൻ. അടുത്തത്, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന്? അന്തരീക്ഷ മർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് അടുത്ത ചോദ്യം. അതിനുത്തരമാണ് ബാരോമീറ്റർ. ഓക്കെ, ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാനായിട്ട് ബാരോമീറ്റർ. ഏത് സാങ്കല്പിക രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് അറിയപ്പെടുന്നത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത് 180 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2. മൗണ്ട് K2. നെക്സ്റ്റ്, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണെന്നാണ് ചോദ്യം. ചിനൂക്കാണ്. ഓക്കെ, ചിനൂക്കാണ് ആൻസർ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംസ്കൃത സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? അസംസ്കൃത സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഇനി അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. Next question.
ഘാട്ട് കരാറിന് പകരമായി 1995 അന്താരാഷ്ട്ര തലത്തിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഏതാണെന്നാണ് ചോദ്യം. ഘാട്ട് കരാറിന് പകരമായിട്ട് 1995 അന്താരാഷ്ട്ര തലത്തിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് WTO. ഓക്കെ, നെക്സ്റ്റ് NSSO, അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ബുക്കിൽ NSSO എന്ന് പറഞ്ഞിട്ട് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പരമാവധി എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അതിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എഴുതി വയ്ക്കുക. ഓക്കെ, NSSO എന്ന് എഴുതി വയ്ക്കുക, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അപ്പോൾ NSSOയുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന മാഗസീന്, NSSO ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകളുണ്ട്, അത് പ്രസിദ്ധീകരിക്കുന്നത് ഏത് മാഗസീനിലാണ്? സർവേക്ഷണ. ഓക്കെ, സർവേക്ഷണ എന്നുള്ള ജേർണൽ അല്ലെങ്കിൽ മാഗസീനിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ വൻകിട ജലസേചന പദ്ധതികൾ എന്നാണ് പറയുന്നത്. അല്ലേ? 2-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രവർത്തനം ആരംഭിച്ചു. എന്താണ് ഇതൊക്കെ? ശരിയായ പ്രസ്താവനകളാണ്. തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കണേ. ഓക്കെ, തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ തെറ്റായ പ്രസ്താവന എടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് പോയിൻ്റായിട്ട് എഴുതി വയ്ക്കാം. അല്ലേ? 1-ാം പഞ്ചവത്സര പദ്ധതി എന്തിനെ പറ്റിയിട്ടാണ്? വൻകിട ജലസേചന പദ്ധതികളെ പറ്റിയാണ്. 2-ാം പഞ്ചവത്സര പദ്ധതി ഇരുമ്പുരുക്ക് വ്യവസായ പ്രവർത്തനം ആരംഭിച്ചത് 2-ാം പഞ്ചവത്സര പദ്ധതിയുടെ ടൈമിലാണ്. 3-ാം പഞ്ചവത്സര പദ്ധതി അത് 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് തെറ്റാണ്. 4-ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ 3ഉം 4ഉം തെറ്റാണ് കൊടുത്തേക്കണേ. അത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയൊക്കെ ചോദ്യം വരാമെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ വേണം, അല്ലേ? അപ്പോൾ ഇപ്പോൾ എന്താണ്, ഏത് തരത്തിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാനായിട്ട് നമുക്ക് പറ്റണം. PSCയുടെ പാറ്റേണൊക്കെ മാറിയതാണ്. അപ്പോൾ പരമാവധി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. അടുത്തത് ഒരു പ്രസ്താവന, അതായത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. കേന്ദ്ര ബാങ്ക് റിപ്പോ നിരക്ക് 4% നിന്ന് 4.25% ആക്കി മാറ്റി. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന്? സമൂഹത്തിൽ പണത്തിൻ്റെ അളവ് കുറവാണെന്നാണോ, അതോ സമൂഹത്തിൽ പണത്തിൻ്റെ അളവ് കൂടുതലാണെന്നാണോ, അതോ വാണിജ്യ ബാങ്കുകൾ കൂടുതൽ ലോൺ പൊതുജനങ്ങൾക്ക് കൊടുക്കണം എന്നാണോ, വാണിജ്യ ബാങ്കുകൾ കൂടുതൽ ലോൺ പൊതുജനത്തിന് നൽകരുത് എന്നാണോ? അതായത് റെപ്പോ റേറ്റ് 4% നിന്ന് 4.2% ഉയർത്തി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? സമൂഹത്തിൽ പണത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ കൂടുതൽ ലോണുകളൊന്നും ജനത്തിന് കൊടുക്കരുത്. അപ്പോൾ 2 and 4 ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിൽ 2020-21 വർഷത്തിൽ മഹാരത്ന കമ്പനിയായി ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. VSNL ആണ്. ഓക്കെ, VSNL. പുനരവലോകനം നടത്താനുള്ള ജുഡീഷ്യറിയുടെ അധികാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന്? 42ാമത്തെ ഭേദഗതിയിലാണ് എന്ത്? പുനരവലോകനം നടത്താനുള്ള ജുഡീഷ്യറിയുടെ അധികാരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അടുത്തത്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണെന്ന്? അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അയാൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക, അതുപോലെ തന്നെ അയാൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഓക്കെ, മാൻഡമസ്. അടുത്തത്, 42ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ച ആശയങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം, സോഷ്യലിസം. ഓക്കെ, ഇന്ത്യ മതേതര രാഷ്ട്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സോഷ്യലിസം, പല ജാതി പല മതത്തിൽപ്പെട്ട ആൾക്കാരെല്ലാവരും ഒരു മാലയിലെ മുത്തുകൾ പോലെ ഒരുമിച്ച് ഉണ്ടാവണമെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? അപ്പോൾ മതേതരം, നമുക്കറിയാം പല നാടുകൾ, പല ഭാഷ, പല സംസ്കാരങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. അടുത്തത്, താഴെ പറയുന്നവയിൽ സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉൾപ്പെടാത്തവ എന്ന് പറയുമ്പോൾ അതൊന്ന് പെൻസിലുകൊണ്ട് അല്ലെങ്കിൽ പേന കൊണ്ട് അപ്പം തന്നെ വരച്ച് വെച്ചേക്കുക.
പരീക്ഷയിലൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് തെറ്റുത്തരത്തിൽ എത്തുന്നതിൽ നിന്ന് നമ്മളെ തടയാനായിട്ട് ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് താഴെ പറയുന്നതിൽ സംസ്ഥാന വിഷയങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കണത്. തൊഴിൽ സംഘടനകൾ അതിൽ പെടുന്നില്ല, അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നുള്ളത് പെടുന്നില്ല. 1 and 4 ആണ് പെടാത്തത്. വ്യാപാരം, വാണിജ്യം, പോലീസ്, ജയില് ഇതൊക്കെ സംസ്ഥാന വിഷയങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇനി ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ്. ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. അപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ട മറ്റൊരു ഭാഗമാണ് GK, കറണ്ട് അഫെയേഴ്സൊക്കെ. ഡെയിലി കറണ്ട് അഫെയേഴ്സ് കാണുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പോവുക. പരമാവധി ഞാൻ എൻ്റെ ചാനലിൽ കറണ്ട് അഫെയേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെയിലി എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ട് കർച്ചീഫിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞ് പേപ്പറിലൊക്കെ അത് എഴുതിയിട്ട് ഡെയിലി അതൊന്ന് കയ്യിൽ പിടിക്കുക. ബസ്സിലൊക്കെ പോകുമ്പോൾ അതല്ലെങ്കിൽ പണിയെടുത്ത് റെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടൈമിലൊക്കെ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഈ കുറച്ച് നാൾ നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും പറ്റും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് മാർക്കില്ലാതെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സാവാനായിട്ട് എല്ലാവരും നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസ്സാക്കിയത് ഏത് ഗവൺമെൻറ് ആണെന്നാണ് ചോദ്യം. മൻമോഹൻ സിംഗ്. ഓക്കെ, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസ്സാക്കിയത്. അടുത്തത് കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആരാണെന്ന്. പ്രൊഫസർ R. ബിന്ദു ആണ് കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയത് എന്നാണ്. പാർലമെൻറ്റ് നിയമം പാസ്സാക്കി എന്തിനു വേണ്ടിയിട്ട്? മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്താനായിട്ട്. അത് ഏത് വർഷമാണ്? 2007 ഇങ്ങനെയുള്ള വർഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്താനായിട്ട് നിയമം 2007. അതുപോലെ തന്നെ ഗാർഹിക പീഡനങ്ങൾ അതൊക്കെ ആ ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ ആ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയാലും കുറേ ഇയേഴ്സൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നത് ക്ലിയറായിട്ട് പോവാം. എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് ഓർത്ത് എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്താണ് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം 2007 അതിന് പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയത്. നെക്സ്റ്റ് അടുത്തത് എന്താണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്. ഡിസംബർ 11, 1988 അടുത്തത് എൻ്റെ വഴിത്തിരിവ് ആരുടെ ആത്മകഥയാണ്? പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ്. ഞരളത്ത് രാമപൊതുവാൾ ഏത് സംഗീതവുമായി ബന്ധപ്പെട്ടാണ് പ്രശസ്തനായതെന്ന്? സോപാന സംഗീതം. ഓക്കെ, സോപാന സംഗീതം. അടുത്തത് താഴെ പറയുന്ന സ്ഥലനാമങ്ങളിൽ ഏതാണ് പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായത്? ഏതാണ്? കടമ്മനിട്ട രാമകൃഷ്ണനൊക്കെ അറിയുന്നതാണ് അല്ലേ? അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കുക. കടമ്മനിട്ടയുടെ സ്ഥലനാമങ്ങളിൽ അതാണ് പടയണിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി അർജുന അവാർഡ് നേടിയ TV പോളി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്? ബോഡി ബിൽഡിംഗ് ആണ്. അടുത്തത് 2020 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദ്യം. ശ്രീകുമാരൻ തമ്പിക്കാണ്. ഓക്കെ, ശ്രീകുമാരൻ തമ്പി 2020 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇനി നാറാപ്പിള്ള എന്ന കഥാപാത്രം ഏത് നോവലിലേതാണെന്നാണ് ചോദ്യം. തക്ഷൻകുന്ന് സ്വരൂപം, ബുധിനി, മനുഷ്യനൊരു ആമുഖം, ദൈവത്തിൻ്റെ പുസ്തകം. അതിൽ മനുഷ്യന് ഒരു ആമുഖം. ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ കാർബൺ കോപ്പികൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കാർബൺ കോപ്പികൾ ഉണ്ടാക്കാൻ പറ്റുക അത് ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണ്. ഓക്കെ, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. അടുത്തത് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് പ്രശസ്തമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ഏതാണ്? മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ഏതാണെന്ന്? ഫേസ്ബുക്കാണോ, ഫ്ലിക്കറാണോ, യൂട്യൂബാണോ, ട്വിറ്ററാണോ എന്നുള്ളതാണ് ചോദ്യം. അതിലേതാണ് മൈക്രോ ബ്ലോഗിംഗ് ഉള്ളത്? ട്വിറ്ററാണ്. അടുത്തത് ഒരു വെബ് സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ സേവനം അതിൻ്റെ യഥാർത്ഥ ഉപഭോക്താക്കളെ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുന്ന സൈബർ ആക്രമണത്തിൻ്റെ പേരെന്താണെന്നാണ്. അതായത് വെബ് സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്ന വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ സേവനം യഥാർത്ഥ ഉപഭോക്താക്കൾ അത് കിട്ടുന്നതിൽ നിന്ന് തടയുന്ന സൈബർ ആക്രമണത്തിൻ്റെ പേരാണ് ഓപ്ഷൻ ബി, ഡിനയൽ ഓഫ് സർവീസ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയ IT റൂൾസ് 2021 സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. IT റൂൾസ് 2021 ലക്ഷ്യം സോഷ്യൽ മീഡിയയുടെയും OTT പ്ലാറ്റ്ഫോമുകളുടെയും സാധാരണ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക എന്നതാണ്. IT റൂൾസ് 2021 പ്രധാന സവിശേഷതയാണ് 2 തലത്തിലുള്ള പരാതി പരിഹാര സംവിധാനം. IT റൂൾസ് 2021 അവതരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ്. അപ്പോൾ എന്താണ് പുതിയ IT റൂൾസ് 2021 സംബന്ധിച്ച് ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചത്. അതിൽ രണ്ടാമത്തെ IT റൂൾസ് 2021 ഒരു പ്രധാന സവിശേഷതയാണ് 2 തലത്തിലുള്ള പരാതി പരിഹാര സംവിധാനം. അപ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ പദം അലങ്കരിച്ചത് ആരായിരുന്നു? ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. ഓക്കെ, ജസ്റ്റിസ് MM പരീത് പിള്ളയാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ പദം അലങ്കരിച്ചത്. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള അപേക്ഷയിൽ മറുപടി നൽകാനുള്ള ഏറ്റവും കൂടിയ സമയപരിധി ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. ഏതാണ്? 48 മണിക്കൂറാണ്. അതായത് നമ്മൾ വിവരാവകാശ നിയമം ഉണ്ട് അല്ലേ, നമുക്ക് എന്ത് കാര്യത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതിൽ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തിനെയോ ബാധിക്കുന്ന വിഷയത്തിനെ പറ്റിയിട്ട് നമ്മളൊരു അപേക്ഷ കൊടുത്തു എന്ന് നോക്കട്ടെ. അപ്പോൾ അതിന് മറുപടി നൽകാനുള്ള ഏറ്റവും കൂടിയ സമയം 48 മണിക്കൂറാണ്. അതായത് 48 മണിക്കൂറിനുള്ളിൽ അതിന് മറുപടി തന്നിരിക്കണം എന്നാണ് നിയമം. അടുത്തത്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, സ്ത്രീധനം കൊടുക്കുന്നതിനായിട്ട് മാധ്യമ പരസ്യം നൽകുന്നത് ശിക്ഷാർഹമാവുന്നത് ഏത് നിയമപ്രകാരമാണ്? സ്ത്രീധന നിരോധന നിയമം. ഓക്കെ, സ്ത്രീധന നിരോധന നിയമം. സ്ത്രീധനം കൊടുക്കുന്നതിനായിട്ട് മാധ്യമ പരസ്യം നൽകുന്നത് ശിക്ഷാർഹമാവുന്നത് സ്ത്രീധന നിരോധന നിയമം. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തെ പറ്റി സമഗ്രമായി പഠിച്ച ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് കേട്ടോ, കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്തത്, മാനസിക അപഗ്രഥന സിദ്ധാന്തം ആവിഷ്കരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ സൈക്കോളജി ഭാഗം ഇത്തിരി നന്നായിട്ട് പഠിക്കാനുണ്ട്. അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പറ്റും. നമുക്കൊരു ജോലി കിട്ടാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി മെനക്കെടാനായിട്ട് റെഡിയാവും അല്ലേ. അപ്പോൾ നമുക്കത് ആ പോർഷൻസൊക്കെ നല്ല രീതിയിൽ തന്നെ കവറായി പോകുന്നതാണ്. ആരും ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കെ, അടുത്തത്, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകിൻ്റെ ശാസ്ത്രനാമമാണ് ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകിൻ്റെ ശാസ്ത്രനാമമാണ് ഈഡിസ് ഈജിപ്തി. അടുത്തത്, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലൂടെ ബഹുമുഖ ബുദ്ധിയെക്കുറിച്ച് അവതരിപ്പിച്ചത് ആരാണെന്ന്. ഹവാർഡ് ഗാർഡനർ ആണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലൂടെ ബഹുമുഖ ബുദ്ധിയെക്കുറിച്ച് അവതരിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുന്ന നോട്ട്ബുക്കിൽ ഒരു പേജിൽ ഓതേഴ്സിനെ പറ്റി മാത്രം എഴുതാനായിട്ടൊരു പേജ് വെച്ചേക്കുക. അപ്പോൾ അതിലാദ്യമായിട്ട് എഴുതുക എന്ത്? ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ആ പുസ്തകത്തിലൂടെ. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഓതർ ആരാണ്? ഹവാർഡ് ഗാർഡനറാണ്. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുക എന്ത്? ബഹുമുഖ ബുദ്ധി. അപ്പോൾ ബഹുമുഖ ബുദ്ധിയെ പറ്റി പറഞ്ഞത് ഹവാർഡ് ഗാർഡനറാണെന്ന്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് തെറ്റില്ല, പക്ഷേ കുറേ ആവുമ്പോൾ അവസാനമാകുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ ഇത് ഇപ്പം തന്നെ എഴുതി വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ടത് ഓർത്ത് വെച്ച് പോവാം. ഓക്കെ, അടുത്തത്, പഠനബോധന പ്രക്രിയയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന മനഃശാസ്ത്ര ശാഖ. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലാണ് പഠനബോധന പ്രക്രിയ. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അടുത്തത്, ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 10. അതേപോലെ തന്നെ തീയതികളും ഒരു പേജിൽ എഴുതി വെച്ചേക്കുക. 2 പേജ് 3 പേജൊക്കെ ആയിട്ട് അതിനെ ഒഴിച്ചുവിടുക. അതുപോലെ തന്നെ ഓതേഴ്സിൻ്റെ എഴുതാനും. ഇനി ജീവകം C അതിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് സ്കർവി. സ്കർവി. അപ്പോൾ SC ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? SCURVY. അപ്പോൾ ഇതിൽ C ഉണ്ട് അല്ലേ. അപ്പോൾ അത് സ്കർവി, ജീവകം C അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കാം. യാഥാർത്ഥ്യ ബോധത്തെ കുറിക്കുന്നത് എന്താണ്?
ഈഗോ ആണ് യാഥാർത്ഥ്യത്തിനെ പറ്റിയിട്ട് നമുക്കൊരു ബോധമുണ്ടാക്കുന്നത്. ഇനി സമസംഘങ്ങൾ സ്വാധീനം ചെലുത്തുന്ന പ്രായഘട്ടമാണ് കൗമാരം. അതായത് പിയർ ഗ്രൂപ്പ്, ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ സ്വാധീനം ചെലുത്തുന്നത് കൗമാരത്തിലാണ്. ശൈശവത്തിലൊക്കെ അച്ഛനും അമ്മയും, ബാല്യത്തിലും ശൈശവത്തിലൊക്കെ അച്ഛനും അമ്മയൊക്കെയാണ് അല്ലേ സമപ്രായക്കാർ സ്വാധീനം ചെലുത്തുന്നത് കൗമാരപ്രായത്താണ്. കുട്ടികളിലെ വായനാ വൈകല്യത്തിന് പറയുന്നതാണ് ഡിസ്ലെക്സിയ. ഓക്കെ, ഡിസ്ലെക്സിയാണ് വായനാ വൈകല്യം, വായിക്കാനായിട്ട് കുട്ടികൾക്ക് പറ്റാതിരിക്കുക. പ്രീ സ്കൂൾ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് എന്താണ്? സൂക്ഷ്മപേശി വികാസം. അതിനാണ് നമ്മൾ ഈ സ്ലാൻഡിങ് ലൈന്, സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ ഒക്കെ വരപ്പിക്കും, ഓരോ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്നത്. അതൊക്കെ എന്തിനാണ്? സൂക്ഷ്മപേശി വികാസം. അപ്പോൾ പ്രീ സ്കൂൾ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് സൂക്ഷ്മപേശി വികാസം. അടുത്തത് വികസന ആരംഭം. ഒരു ശിശുവിൽ തുടങ്ങുന്നത്. ഒരു കുട്ടി വികസിക്കാൻ ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഗർഭാവസ്ഥയിലാണ് അല്ലേ? ഗർഭാവസ്ഥയിലാണ് കുട്ടിയുടെ വളർച്ച ത്വരിതമായിട്ട് നടക്കുന്ന ഒരു ടൈമാണ് ഗർഭാവസ്ഥയിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രീ സ്കൂളിന് ഇണങ്ങുന്ന മൂല്യനിർണ്ണയ ഉപാധി ഏതാണ്? നിരീക്ഷിക്കലാണ്. കുട്ടികൾ എഴുതുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നിരീക്ഷണത്തിലൂടെയാണ് കൂടുതൽ നല്ല രീതിയിൽ മൂല്യനിർണ്ണയം നമുക്ക് പ്രീ സ്കൂളിൽ നടത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിരീക്ഷിക്കലാണ് ആൻസർ. അടുത്തത് ZPD എന്ന ആശയം വികസിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന്? വൈഗോട്സ്കിയാണ് ZPD എന്നുള്ള ആശയം കൊണ്ടുവന്നത്. അടുത്തത് പ്രീ സ്കൂൾ തലത്തിലെ ശിശുക്കളുടെ പൊതു പ്രകൃതത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉൾപ്പെടാത്തത്. അപ്പോൾ അതങ്ങനെ കാണുമ്പോൾ അപ്പം തന്നെ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, എന്താണ്? അനുകരണ വാസനയാണോ? ശ്രദ്ധാദൈർഘ്യക്കുറവാണോ? പിന്നെ ഒരു വികാരത്തിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റമാണോ? സമപ്രായക്കാരുമായി കൂട്ടുകൂടുന്നതിനും പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനും താല്പര്യക്കുറവാണോ? കുട്ടികളിൽ എന്താ പറഞ്ഞേക്കണേ? പെടുന്നതാണോ പെടാത്തതാണോ? ഉൾപ്പെടാത്തത്. അപ്പോൾ പൊതുപ്രകൃതമാണ് അനുകരണ വാസന അല്ലേ? വല്ലവരും ചെയ്യണുണ്ട് കഴിഞ്ഞാൽ അത് ചെയ്യാൻ തോന്നും. പിന്നെ കുറേ നേരത്തേക്ക് ഒരേ കാര്യം തന്നെ ശ്രദ്ധിച്ചിരിക്കുമോ? ഇല്ല, അവരപ്പോഴേക്കും ഒരെണ്ണെടുക്കും, കളിപ്പാട്ടെടുക്കും, അടുത്തേക്ക് ഓടും, അങ്ങനെയാണ്. പിന്നെ അതുപോലെ ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് മാറ്റം. നമ്മളൊരു കുട്ടി കരയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ കൊച്ച് ചിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇതേ കാക്കന്നെ നോക്കിയെന്നൊക്കെ പറയുമ്പോൾ കരച്ചിൽ അവിടെ നിർത്തിയിട്ട് അതിനെ ശ്രദ്ധിക്കും. അപ്പോൾ ഇതിൽ പെടാത്തത് ഏതാണ്? സമപ്രായക്കാരായിട്ട് കൂട്ടുകൂടുന്നതിനും പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നതിനുള്ള താല്പര്യക്കുറവ് എന്നാണ് പറഞ്ഞേക്കണേ. താല്പര്യം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതാണ് കൂട്ടത്തിൽ പെടാത്ത, ഓപ്ഷൻ ഡി. അടുത്തത് 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികളുടെ സ്ഥൂല പേശി വികാസത്തിന് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? വരയിൽ നടക്കൽ. ഒരു ലൈൻ വരച്ചിട്ട് അതിലൂടെ കുട്ടികളെ നടക്കാനായിട്ട് പറയാം. അപ്പോൾ അത് എന്താണ്? സൂക്ഷ്മപേശികൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? പെൻസിൽ പിടിക്കുന്നു, അതൊക്കെ. ഇത് സ്ഥൂലപേശികളുടെ വികസനത്തിനായിട്ടാണ് വരയിൽ നടക്കലൊക്കെ ചെയ്യാൻ പറ്റുക. അടുത്തത് ഗ്രാമപ്രദേശങ്ങളിൽ പ്രീ സ്കൂളുകൾ ആരംഭിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സ്ഥലമാണ് 30 സെൻറ്റ് ഗ്രാമപ്രദേശങ്ങളിൽ. അടുത്തത് സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഏത്? സമ്പർക്കം. നമുക്ക് അറിയാം, ക്വാറന്റൈനൊക്കെ ഇരുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ? COVID-19. പ്രകൃത്യാനുസരണമായ രീതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ദോഷവശങ്ങളെ എങ്ങനെ ദൂരീകരിക്കാനായിട്ട് പറ്റുന്നതാണ് റൂസോ പറയുന്നത്. അപ്പോൾ എഴുതി വയ്ക്കുക. റൂസോൻ്റെ കൃതി ഏതാ? എമിലി. റൂസോൻ്റെ ബുക്കാണിത്, എമിലി. അതിലെന്താ പറയുന്നത്? പ്രകൃതിക്ക് അനുസരണമായ രീതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ മോശം വശങ്ങളെ നമുക്ക് ദൂരീകരിക്കാൻ പറ്റും, അതായത് മാറ്റാനായിട്ട് പറ്റുന്നു. എമിലി എന്നുള്ള പുസ്തകത്തിൽ. ആരുടെ പുസ്തകമാണ്? റൂസോ. അടുത്തത് ICDS പ്രോഗ്രാം ആരംഭിച്ച വർഷം 1975. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ICDS പരീക്ഷ നിങ്ങൾ എഴുതാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കഥ പറയൽ, പാട്ട്, വായന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഏത് തരം ബുദ്ധി വളർച്ചയാണ് സാധ്യമാകുന്നത്? കഥ പറയുമ്പോഴും പാട്ട് പാടുമ്പോഴും വായിക്കുമ്പോഴൊക്കെ അവരുടെ ഭാഷാപരമായ ബുദ്ധിയാണ് വളരുന്നത്. അടുത്തത് പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് എത്ര അസ്ഥികളുണ്ട്? 206 എണ്ണമാണ്. പ്രയോഗവാദ ചിന്തകൾക്ക് ജന്മം നൽകിയതാരാണ്? ജോൺ ഡ്യൂയി. അടുത്തത് വായുവിലൂടെ പകരുന്ന ഒരു രോഗം ഏതാണ്? സാർസ് ആണ് വായുവിലൂടെ പകരുന്ന രോഗം. വെള്ളത്തിൽ വീണ ഒരാളെ രക്ഷിക്കുമ്പോൾ നമുക്ക് നൽകാവുന്ന പ്രഥമ ശുശ്രൂഷ അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ?
വെള്ളം കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വയറമർത്തി ആ വെള്ളം കളഞ്ഞതിന് ശേഷം കൃത്രിമ ശ്വാസം കൊടുക്കണം. അടുത്തത് ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അയാൾ തന്നെ നിരീക്ഷണം നടത്തി രേഖപ്പെടുത്തുന്ന രീതിയാണ് എന്ത്? അന്തർനിരീക്ഷണം. നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക. ഓക്കെ, നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നതിനാണ് അന്തർനിരീക്ഷണം. ലുക്കിംഗ് ഇൻ ടു വൺ സെൽഫ് എന്ന് പറയും അല്ലേ. അടുത്തത് കണ്ണുനീർ ഉൽപ്പാദനം കുറഞ്ഞ് കണ്ണ് വരണ്ടു വരുന്ന അവസ്ഥേനെയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം ഏത് വിറ്റമിൻ്റെ കുറവാണെന്ന്? വൈറ്റമിൻ എ. അതായത് കണ്ണുനീർ അധികം ഉൽപ്പാദിപ്പിക്കാണ്ട് കണ്ണാകെ ഡ്രൈ ആവുന്നതാണ് എന്ത്? സിറോഫ്താൽമിയ. അപ്പോൾ ഏതിൻ്റെ ഡെഫിഷ്യൻസിയാണ്? വൈറ്റമിൻ എ. അപ്പോൾ ഡെഫിഷ്യൻസി ഡിസീസസ് എഴുതാനും ഒരു പേജ് വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഒരു ഭാഗത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പഠനം എളുപ്പമാക്കും. ഇനി ഒരു ജീവിതശൈലി രോഗം എന്താണ്? ക്യാൻസറാണ് ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗം. അതുപോലെ ഏതാണ്? ഷുഗർ ഒക്കെ അല്ലേ, ജീവിതശൈലി രോഗങ്ങളാണ്, അത് പകരുന്നതല്ല. ഇനി അടുത്തത് കണ്ടെത്തൽ പഠനത്തിൻ്റെ വക്താവ് ആരാണ്? ജെറോം എസ് ബ്രൂണർ, അല്ലെങ്കിൽ വെറും ബ്രൂണർ എന്ന് പറയും. ബ്രൂണറാണ് കണ്ടെത്തൽ പഠനത്തിൻ്റെ വക്താവ്. നെക്സ്റ്റ്, മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് അതിൻ്റെ ഘടകങ്ങളെ പറ്റി അറിയേണ്ടതാണ് എന്ന സിദ്ധാന്തമാണ് എന്ത്? ഘടനാവാദം. അതായത് സ്ട്രക്ചറലിസം എന്ന് പറയും. ഘടനാവാദം എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിനെ പറ്റിയുള്ള ശാസ്ത്രീയ പഠനത്തിന് അതിൻ്റെ ഘടകങ്ങളെ പറ്റി അറിയണം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഘടനാവാദം. ഇനി അടുത്തത് പുതിയ സംഭവങ്ങൾ, പഠിതാക്കളുടെ സ്വഭാവ ഗുണങ്ങൾ, സഹപാഠികളോടുള്ള ബന്ധം, സാമൂഹികമായ പെരുമാറ്റം, ഇതൊക്കെ രേഖപ്പെടുത്തുന്നത് ഏതിലാണ്? ഉപാഖ്യാന രേഖയിലാണ് നമ്മളിതെല്ലാം രേഖപ്പെടുത്തുന്നത്. താഴെ പറയുന്നവയിൽ അനുയോജ്യം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. ഏതാണ്? വികസനം അനുയോജ്യം അല്ലാത്തത്. അപ്പോൾ അത് വരച്ചിട്ട് പോവുക. നിങ്ങൾക്കതൊരു ശീലമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. വികസനം ജീവിയുടെ സമഗ്ര മാറ്റത്തെ ഉൾക്കൊള്ളുന്നു. അതായത് വികസിക്കുക എന്നുള്ളത് അത് ജീവിനെ മൊത്തമായിട്ട് മാറ്റുന്നു. അപ്പോൾ അത് അനുയോജ്യമായതാണ് അല്ലേ. അടുത്തത് വികസനം ജനനം മുതൽ മരണം വരെ അനുസ്യൂതം നടക്കുന്നു. അതും ശരിയാണ്. വികസനം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു അല്ലേ. നമ്മൾ എന്ത് പഠിക്കുന്നു, എന്ത് ഇതാക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ശരീരം വികസിക്കുന്നത്. മാത്രമല്ല ശരീരം വലുതാവുന്നത് മാത്രമല്ല, മാനസികമായിട്ടും മറ്റു രീതികളിലുള്ള വികാസവും കൂടി ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ അതും ശരിയാണ്. ഇനി ഓപ്ഷൻ ഡി, വികസനം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഡി ആണ് തെറ്റായ ഇതിൽ അനുയോജ്യമല്ലാത്തത്. അടുത്തത്, ആൽബർട്ട് ബന്ദുരെ താഴെ പറയുന്നതിൽ ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? സാമൂഹിക വികാസം. സാമൂഹിക വികാസം. അടുത്തത്, കളിപ്രായം എന്ന് എറിക്സൺ വിളിച്ച പ്രതിസന്ധി ഘട്ടം ഏതു പ്രായം മുതലാണെന്ന്? 3.5 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയാണ് കളിപ്രായത്തിന്. ഓക്കെ, എറിക്സൺ പ്രതിസന്ധി ഘട്ടം എന്ന് വിളിച്ചത് അതേത് ഏജ് തൊട്ട് ഏതുവരെയാണ്? 3.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്. പ്രത്യാവർത്തന ചിന്ത പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് വരുന്നത് എന്ന്? അതാണ് പ്രാഗ്മനോ വ്യാപാര ഘട്ടം. അതിലാണ് എന്ത് വരുന്നത്? പ്രത്യാവർത്തന ചിന്ത വരുന്നത്. പ്രത്യാവർത്തന ചിന്ത പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ്? പ്രാഗ്മനോ വ്യാപാര ഘട്ടം. അടുത്തത്, വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. അപ്പം അത് മാർക്ക് ചെയ്യുക. പെടാത്തത് ഏതാണ്? മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവാണോ? തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്? വ്യക്തിബന്ധങ്ങളെ വിലമതിക്കുന്നത്? അതൊക്കെ വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളാണ് അല്ലേ. അപ്പം അതിൽ ഏകാന്തതയും അന്തർമുഖത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മറ്റുള്ളവരിൽ നിന്ന് ഒതുങ്ങിക്കൂടാ. അപ്പം അത് ഈ വൈകാരിക ബുദ്ധിയുടെ സവിശേഷതയിൽ പെടാത്തതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ട ദേശീയതല ഏജൻസി ഏതാണ്? NCTE. നെക്സ്റ്റ്, കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പായ DPT ഏത് രോഗത്തെ പ്രതിരോധിക്കാനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? D ഫോർ ഡിഫ്തീരിയ, P ഫോർ പെർട്ടുസിസ്, അടുത്തത് T ഫോർ ടെറ്റനസ്. ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. അടുത്തത്, സമായോജന തന്ത്രങ്ങളുമായി യോജിക്കാത്തത് ഏതാണെന്ന്? സമായോജന തന്ത്രങ്ങളുമായിട്ട് യോജിക്കാത്തത് ഏതാണ്? സ്വന്തം വ്യക്തിത്വ സവിശേഷതകൾ വിവരിക്കുന്ന പ്രക്രിയയാണ് അതിൽ പെടാത്തത്.
അടുത്തത് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നത് ഏതാണ്? ജീവകം കെ ആണ്. വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നത്. രക്തം കട്ട പിടിക്കാൻ കേട്ടോ, രക്തം കട്ട പിടിക്കാൻ ജീവകം കെ. അല്ലാന്നുണ്ടെങ്കിൽ എന്താവും? ഒരുപാട് രക്തസ്രാവം ഉണ്ടായിട്ട് രോഗിക്ക് അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് പെടുന്നതെന്ന്? 11ാമത്തെ പട്ടികയിലാണ് അത് വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതിയും ദുർഭരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും. അതിനുള്ള സ്ഥാപനമാണ് ഓംബുഡ്സ്മാൻ. ഓക്കെ, ഓംബുഡ്സ്മാൻ. തദ്ദേശ സ്ഥാപനത്തിലെ വാർഡുകളിൽ നടക്കുന്ന ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരായിരിക്കണം എന്ന് നമുക്കറിയാം. വാർഡുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഡ് തലത്തിൽ യോഗങ്ങളൊക്കെ വയ്ക്കും. അപ്പോൾ അങ്ങനെ ഗ്രാമസഭ വയ്ക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരാവും? പ്രസിഡൻ്റ് ആയിരിക്കും. അടുത്തത് കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഘടനയിൽ ഏറ്റവും അടിസ്ഥാനമായ യൂണിറ്റാണ് NHG. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകുന്ന മേഖല ഏതൊക്കെയായിരുന്നു? ശുചിത്വ മാലിന്യ സംസ്കരണം ഉണ്ട്. പിന്നെ ഹരിത കർമ്മസേന ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഹരിത കേരള മിഷൻ ഓർക്കുക, ശുചിത്വ മാലിന്യ സംസ്കരണം, അതുപോലെ ജൈവ കൃഷി വികസനം. 1, 3 ആണ് ആൻസർ. അടുത്തത് ഗ്രാമസഭാ യോഗം ചേരേണ്ട കാലയളവ്. 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ ഗ്രാമസഭ കൂടേണ്ടത്. അടുത്തത് ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ട് മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതിയോടെയാണെന്ന്? 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് ഗ്രാമപഞ്ചായത്തുകൾ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ട് മാറണം പറഞ്ഞത് എന്ന അത് 73ാമത്തെ ഭേദഗതിയിലാണ്. അടുത്തത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ചത്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. നെക്സ്റ്റ്, ഗ്രാമഭരണത്തിലും വികസന പ്രവർത്തനത്തിലും ജനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വേദി ഏതാണ്? അയൽക്കൂട്ടമല്ല, വർക്കിംഗ് ഗ്രൂപ്പല്ല, വാർഡ് സമിതിയല്ല, ഗ്രാമസഭയാണ് ഉത്തരം. എന്ത്? ഗ്രാമഭരണത്തിനും വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തം ഉറപ്പുവരുത്താൻ അല്ലേ? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് വേണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രാമസഭകളിലാണ് അത് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക. അടുത്തത് പഞ്ചായത്തുകൾ ഭരണത്തിൻ്റെയും വികസനത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണെന്ന് പറഞ്ഞത് ആരായിരുന്നു? EMS ഭരണപരിഷ്കാര കമ്മിറ്റിയാണ്. അടുത്തത് വയോജനങ്ങളുടെ ക്ഷേമത്തിനും പാലിയേറ്റീവ് കെയറിനുമായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും വകയിരുത്തേണ്ട പദ്ധതി വിഹിതം എത്രയാണ്? 5% ആണ്. ഓക്കെ. അടുത്തത് എല്ലാവർക്കും സുരക്ഷിതമായ ഭവനം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി ഏതാണെന്ന്? ലൈഫ് മിഷനാണ് എല്ലാവർക്കും സുരക്ഷിതമായ ഭവനം. ചിലപ്പോൾ ചോദിക്കും ലൈഫ് മിഷൻ്റെ ആപ്തവാക്യം എന്താണ്? എല്ലാവർക്കും സുരക്ഷിതമായ ഭവനം. അപ്പോൾ അത് ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് എഴുതാനാവും. അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ അതിനെ ഞാൻ പിന്നെയും പറയണം, തിരിച്ചും മറിച്ചുമൊക്കെ അതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇനി സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ പ്രാദേശിക ഭരണം കാര്യക്ഷമമാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏതാണ്? ക്ഷേമകാര്യമാണ്. ക്ഷേമകാര്യങ്ങൾ, വെൽഫെയർ അല്ലേ. അടുത്തത് രോഗി സൗഹാർദ്ദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനത്ത് രൂപം കൊണ്ട മിഷൻ. അതായത് എന്താ? രോഗികൾക്ക് സൗഹാർദ്ദപരമായിട്ട് ഉള്ള രീതിയിൽ ലഭിക്കാനായിട്ടാണ് ഏത് മിഷനാണ് വന്നത്? ആർദ്രം മിഷൻ. അടുത്തത് വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്തത്. എന്താ പറഞ്ഞത്? വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ പരമാധികാരമാണ്. അതിൽ പെടുന്നതാണ് ജനാധിപത്യം, നഷ്ട ഉത്തരവാദിത്വം, സുതാര്യത. അപ്പോൾ അതിൽ പെടാത്തതാണ് ഏത്? പരമാധികാരം. അടുത്തത് 73-74 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര ശതമാനം സ്ത്രീകളാണ് സംവരണം നടപ്പിലാക്കപ്പെട്ടത്? എത്ര പേർക്കാണ്? 33.3%. അപ്പോൾ ഈ 73-74 ഭേദഗതികൾ എന്താണ്? സ്ത്രീ സംവരണം അത് 33.3. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ 33.3% സ്ത്രീകൾക്ക് സംവരണം.
അടുത്തത് പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമങ്ങൾ പരിശോധിക്കുന്നതിനും അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനുമായിട്ട് 1996 രൂപീകരിക്കപ്പെട്ട സമിതിയാണ് സെൻ കമ്മിറ്റി. ഓക്കെ. അടുത്തത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രകൃതി ദുരന്തങ്ങളെ കൂടി അതിജീവിക്കാനാകുന്ന വിധം കേരളത്തിനെ പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ക്യാമ്പയിൻ്റെ പേരാണ് നമ്മൾ നമുക്കായി. ഏതാണ്? നമ്മൾ നമുക്കായി. ലൈംഗിക അതിക്രമത്തിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന സമിതിയാണ് ജാഗ്രതാ സമിതി. സ്ത്രീകളെയും കുട്ടികളെയും അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അത് വരാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തിട്ട് ഒന്നും കൂടി അത് ശ്രദ്ധയോടെ പഠിക്കുക കേട്ടോ. താഴെ പറയുന്നവയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖേന അല്ലാതെ വിതരണം ചെയ്യുന്ന പെൻഷൻ, ഇത് മുഖേന അല്ലാതെ, അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഏതാണ്? വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും അതൊന്നല്ല, കർഷക പെൻഷനാണ്. അതിൽ ഏത്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖേന അല്ലാണ്ട് വിതരണം ചെയ്യുന്ന പെൻഷൻ. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് അഡ്വക്കേറ്റ് പി സതീദേവി. അടുത്തത് കോവിഡ്-19 പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് ഉൽപ്പാദിപ്പിച്ചത് ആരാണ്? സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് അപ്പം COVID-19 പ്രതിരോധ വാക്സിൻ ആയ കോവിഷീൽഡ് ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ ഇത്രയും 100 ചോദ്യങ്ങൾ നന്നായി പഠിക്കുക. അതിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യം വരാമെന്നുള്ളത് ഓർത്തിട്ട് വേണം പഠിക്കാൻ. പിന്നെന്താണ് പറഞ്ഞത്? ഒരു പുസ്തകത്തിൻ്റെ പിന്നിൽ അപര്യാപ്തത രോഗങ്ങൾ അതിനൊരു പേജ് വയ്ക്കുക. പിന്നെ 1-2 പേജ് എന്തിനു വയ്ക്കണം? ഓരോ പുസ്തകങ്ങളും അതിൻ്റെ ഓതേഴ്സ് എഴുതാൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട്. പിന്നെ വർഷങ്ങൾ എഴുതാനായിട്ട് ഒരു ഇത് അങ്ങനെ മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇന്ന് തന്നെ എഴുതി തുടങ്ങണം. പരമാവധി നന്നായിട്ട് പഠിച്ചു പോവാം. ഓക്കെ. അപ്പോൾ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്